ഇത്രനാൾ നാം ജീവിച്ചിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ജന്മദിനവും. ഇതുവരെ എങ്ങനെ ജീവിച്ചുവെന്നും ഇനി എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാം ആ സന്തോഷത്തെ സ്വയം കണ്ടെത്തുക തന്നെ വേണം. എൻ്റെ പിറന്നാൾ ആഘോഷവും അന്നേ ദിവസം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളുടെ റെസിപ്പിയും എനിക്ക് കിട്ടിയ സമ്മാനങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം കേട്ടോ. 3 വിഭവങ്ങളാണ് ഞാനത് ഉണ്ടാക്കിയത്: ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, പായസം. ആദ്യം നമുക്ക് പോപ്പുലർ ഇൻഡോ ചൈനീസ് ഡിഷായ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. പ്രധാനമായും ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ചിക്കൻ പുറത്ത് വെച്ച് തോയും കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തു. വളരെ ചെറിയ എല്ലുകളുള്ള പീസസും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്ത് കുറച്ച് സോൾട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി നന്നായി വാഷ് ചെയ്തെടുത്തു. ചിക്കൻ ഒരു പെരിഷബിൾ ഫുഡ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൈക്രോ ഓർഗാനിസംസ് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. തോയിങ്ങിന് വേണ്ടിയും ചെറിയ പീസായി കട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ക്ലീനിങ്ങിന് വേണ്ടിയും ഏറെ സമയം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചിരുന്നതിനാൽ മൈക്രോ ഓർഗാനിസംസ് ഇതിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. കഴുകിയെടുത്ത ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് മൈദ, കുറച്ച് ടർമറിക് പൗഡർ, ക്രഷ് ചെയ്തെടുത്ത കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് സോയി സോസ് എന്നിവ ചേർത്ത് കൊടുത്തു. ഏകദേശ അളവുകളാണ് ഞാനിവിടെ ചേർക്കുന്നത്. എല്ലാം മിതമായ രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം യോഗർട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതും വളരെ കുറച്ചാണ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുത്തു. ഇതാണ് മാരിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എത്രമാത്രമാണോ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ പീസസിന് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചപ്പാത്തിപ്പൊടി അഥവാ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ചേർത്ത മൈദപ്പൊടിയുടെ അത്രയും ഇല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ക്യാപ്സിക്കം, സവാള, ജിഞ്ചർ, ഗാർലിക്, മല്ലിയില ഇതൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് സവാള നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്തുകൊണ്ടാണ് സവാളയിൽ ഇത്തരം കറുത്ത പൊടികൾ ഉണ്ടാകുന്നതെന്നും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണോ അല്ലേ എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണണം കേട്ടോ. ജിഞ്ചർ, ഗാർലിക്, ചില്ലി എന്നിവയെല്ലാം ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സവാള ക്യൂബ് സൈസിലാണ് എടുക്കാറുള്ളത്. ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യൂബ് പീസസ് ആയിട്ടാണ് എടുക്കുന്നത്. കൊറിയാണ്ടർ ലീവ്സും തണ്ടോടുകൂടി തന്നെ ചെറുതായി അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സോയ് സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ബാക്കി വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൈനീസ് ഡിഷസ് എല്ലാം തന്നെയും ഹൈ ഫ്ലെയിമിൽ വളരെ വേഗത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ചിക്കൻ കുറച്ചും കൂടി ചൂട് കിട്ടട്ടെ എന്ന രീതിക്ക് അത്ര ഹൈ ഫ്ലെയിമിലല്ല വെക്കുന്നത്, മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ നമ്മൾ വറുത്തെടുക്കുന്നത്. വളരെ വേഗത്തിൽ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സേഫ്റ്റി പരമായി നല്ലതല്ല. ആവശ്യത്തിന് കുക്കായില്ല എങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു ബ്രൗണിഷ് കളറിലേക്ക് ആയി കിട്ടും. ചിക്കൻ പീസസിനൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം പാകത്തിന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗാർലിക്കും ജിഞ്ചറും ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു കളർ വേരിയേഷൻ വരുന്നവരെ മാത്രമാണ് ഈ ഓയിലിൽ ഇളക്കി കൊടുക്കുന്നുള്ളൂ. ഗാർലിക്കിന് കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
സവാളയൊന്നും തന്നെയും അധികമായി കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സവാളയുടെ ഉള്ളിലെ ഒരു ലെയർ പൊന്തി വരുന്നത് വരെ, വീർത്ത് വരുന്നവരെ മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള മുളക് പൊടിയും കോൺഫ്ലോറും നമുക്ക് കലക്കി വെക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെജിറ്റബിൾസ് എല്ലാം തന്നെയും കുറച്ച് പൊള്ളി വന്നിട്ടുണ്ട്, പാകത്തിനുള്ള കുക്കായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ചില്ലിയും കോൺഫ്ലോറും തമ്മിലുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കന് കളറ് നൽകുന്നു. അതുപോലെ തന്നെ കോൺഫ്ലോർ ചില്ലി ചിക്കന് ഒരു കുറുകൽ ഫീൽ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. ഈ സമയത്ത് ഞാൻ കുറച്ച് സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പാകത്തിന് ആഡ് ചെയ്തെടുക്കാം. നമുക്ക് നോക്കിയിട്ട് പുളിയും ഉപ്പും ഒക്കെ നമുക്ക് പാകത്തിനാകുന്നതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിലാണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി, ഇപ്പോഴെല്ലാം ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. ചിക്കൻ്റെ ഫ്ലേവർ കൂടി ഇതിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമാണ് ചില്ലി ചിക്കൻ്റെ ഒരു സ്വാദ്, എക്സാക്റ്റ് സ്വാദ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് നേരം. ആ സമയം കൊണ്ട് ചില്ലി ചിക്കൻ കുറുകി വരും. അപ്പോഴേക്കും ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസെല്ലി പായസമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കോക്കനട്ട് മിൽക്കും യൂസ് ചെയ്യുന്നുണ്ട്, സാധാരണ നമ്മുടെ കൗ മിൽക്കും യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിനെ ഞാൻ കോക്കനട്ട് മിൽക്കാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് കോക്കനട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള, സാമാന്യം തിക്ക് കൺസിസ്റ്റൻസിയിലുള്ളൊരു കോക്കനട്ട് മിൽക്കാണ് ഉണ്ടാക്കിയത് ഞാൻ. ഇതിന് വേണ്ടിയിട്ടുള്ള സേമിയയാണ്, ചെറിയ സേമിയ കേട്ടോ ഇത്. ദെൻ മിൽക്ക് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം. ഞാനൊരു 6 പേർക്ക്, ഒരു 7-8 പേർക്കുള്ള പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആ പാല് തിളപ്പിക്കാൻ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പഞ്ചസാരയും കുറച്ച് കാടമം, നമ്മുടെ ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാല് തിളച്ച് വന്നപ്പോൾ സേമിയ ആഡ് ചെയ്ത് കൊടുത്തു. അതും നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, മറ്റൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുത്തു. എന്നിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പായസത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് ഒന്നും കൂടി നന്നായി തിളയ്ക്കുമ്പോഴാണ് കറക്റ്റ് ഒരു പായസത്തിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടുക. കാരണം ആ ഒരു നെയ്യിലാണ് ഞാൻ കിസ്മിസ് എല്ലാം വറുത്തെടുത്തത്. അപ്പോൾ ആ കിസ്മിസിൻ്റെയൊക്കെ ഫ്ലേവർ പായസത്തിലേക്ക് ഇറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് തിളപ്പിച്ചു. അടുത്തത് ബസ്മതി റൈസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത് വെച്ചു, കൊറിയാണ്ടർ ലീവ്സ് കട്ട് ചെയ്ത് വെച്ചു, സോയ് സോസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. മാഗിയുടെ സോയ് സോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എഗ്ഗും ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്.
പാൻ നന്നായി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിലാണ് ബെറ്റർ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കും. റൈസ് ഒരിക്കലും ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ സോയ് സോസ്, വെജിറ്റബിൾസ്, നമ്മുടെ മറ്റേ എഗ്ഗും ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല, അതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി പൊട്ടി വരുന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ഫ്രൈഡ് റൈസ് പാകമായെന്ന് നമുക്ക് ഉറപ്പിക്കാം.